നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകി കയ്യടി നേടുകയാണ് UAE. പുതിയ തീരുമാനമനുസരിച്ച് UAE പോലെ തൊഴിലാളികളെ സ്നേഹിക്കുന്ന മറ്റൊരു രാജ്യം ഉണ്ടാകില്ല. UAEയിലെ ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഗാർഹിക തൊഴിലാളികളെ സംബന്ധിച്ച 2022 ഫെഡറൽ നിയമം നമ്പർ 9 പുറപ്പെടുവിച്ചതായി മാനവവിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. സെപ്റ്റംബർ 9 പുറപ്പെടുവിച്ച നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 3 മാസത്തിനു ശേഷം പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇത് ഗാർഹിക തൊഴിൽ നിയമത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നുമുണ്ട്. അതായത് തൊഴിലാളികൾ, തൊഴിലുടമകൾ, റിക്രൂട്ട്മെന്റ് ഏജന്റ് തുടങ്ങി എല്ലാ കക്ഷികളുടെയും അവകാശങ്ങൾ നിയമം ഉറപ്പു നൽകുന്നു. നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസ് അനുസരിച്ച് ഗാർഹിക തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ശമ്പളത്തോടുള്ള അവധി ഉറപ്പു നൽകുന്നു. UAEയിൽ നിയമവിരുദ്ധമായി ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്ന വ്യക്തികളിൽ നിന്ന് കുറഞ്ഞത് 50,000 ദിർഹം തുടങ്ങി 2 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. ഗാർഹിക തൊഴിലാളികൾക്കായി നൽകിയിട്ടുള്ള വർക്ക് പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്താലോ 18 വയസ്സിന് താഴെയുള്ള തൊഴിലാളിയെ നിയമിച്ചാലോ ഈ പിഴ നേരിടാൻ സാധ്യതയുണ്ട്. പിഴ ലഭിക്കാവുന്ന മറ്റ് നിയമലംഘനങ്ങൾ ഇവയൊക്കെയാണ്. ഒരു ഗാർഹിക തൊഴിലാളിക്ക് തൊഴിൽ പെർമിറ്റ് ലഭിക്കാതെ തന്നെ തൊഴിൽ നൽകൽ. ഒരു ഗാർഹിക തൊഴിലാളിയെ നിയമിക്കുകയോ റിക്രൂട്ട് ചെയ്യുകയോ ചെയ്ത ശേഷം അയാൾക്ക് അഥവാ അവർക്ക് തൊഴിൽ നൽകാൻ സാധിക്കാതെ വരിക. ഗാർഹിക തൊഴിലാളികൾക്കുള്ള വർക്ക് പെർമിറ്റുകൾ അവർ നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഗാർഹിക തൊഴിലാളികളുടെ കുടിശ്ശിക തീർക്കുന്നത് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ റിക്രൂട്ട്മെന്റ് ഏജൻസി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക. 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത ഒരാളെ റിക്രൂട്ട് ചെയ്യുകയോ ജോലിക്ക് നിയമിക്കുകയോ ചെയ്യുക. തൊഴിലാളിയെ നിയമവിരുദ്ധമായി ചൂഷണം ചെയ്യുന്നതിനോ ജോലിക്കെടുക്കുന്നതിനോ വേണ്ടി അവർക്ക് പാർപ്പിടമോ മറ്റു സൗകര്യമോ നൽകുക. അതേസമയം UAEയിലെ തൊഴിൽ നിയമത്തിൽ പുതിയ ഭേദഗതിയുമായി മനുഷ്യവിഭവ എമിറേറ്റൈസേഷൻ മന്ത്രാലയം രംഗത്തെത്തി. പുതിയ ഭേദഗതി പ്രകാരം തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള കരാർ ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമായിരിക്കണം. കരാർ കാലയളവ് തീരുന്ന മുറയ്ക്ക് ഇരുവിഭാഗത്തിനും സമ്മതമാണെങ്കിൽ വീണ്ടും നീട്ടാം. ഇങ്ങനെ കരാർ പുതുക്കാവുന്ന കാലയളവിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. ഈ വർഷം ഫെബ്രുവരി മുതൽ നിലവിൽ വന്ന പുതിയ തൊഴിൽ നിയമത്തിലാണ് പുതിയ ഭേദഗതിയെ കൊണ്ടുവന്നിരിക്കുന്നത്. തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിൽ സന്തുലിതത്വം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭേദഗതി. രാജ്യത്തെ തൊഴിൽ മേഖലയുടെ വളർച്ചയും കരുത്തും വർദ്ധിപ്പിക്കുക, UAEയുടെ സാമ്പത്തിക മേഖലയിലെ മത്സരക്ഷമത കൂട്ടുക എന്നിവ ഇതിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടും. രാജ്യത്തിന്റെ അടുത്ത 50 വർഷത്തെ വളർച്ച മുന്നിൽ കണ്ടുള്ള ഭേദഗതികളാണ് തൊഴിൽ കരാറുമായി ബന്ധപ്പെട്ട നിയമത്തിൽ വരുത്തിയിരിക്കുന്നതെന്ന് മനുഷ്യവിഭവ എമിറേറ്റൈസേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അവാർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.